വിശുദ്ധ ഗോഡ്ഫ്രെ മെത്രാൻ. ഫ്രഞ്ച് മാതാപിതാക്കന്മാരിൽ നിന്ന് സ്വാസോണിന് സമീപം ഗോഡ്ഫ്രെ ജനിച്ചു. അമ്മ മരിച്ചുപോയപ്പോൾ പിതാവ് അവനെ ദൈവത്തിന് പ്രതിഷ്ഠിച്ചു. 5 വയസ്സുള്ളപ്പോൾ അവനെ അവൻ്റെ ജ്ഞാനസ്നാന പിതാവായിരുന്ന ആബട്ട് ഗോഡ്ഫ്രെയുടെ കൂടെ താമസിപ്പിച്ചു. രാപകൽ അവൻ പ്രാർത്ഥനയിലാണ് സമയം ചെലവഴിച്ചിരുന്നത്. 25-ാമത്തെ വയസ്സിൽ അവൻ വൈദികനായി. താമസിയാതെ തന്നെ നശിക്കാറായിരുന്ന നോജൻ്റെ ആശ്രമത്തിൻ്റെ ആബട്ടായി നിയമിക്കപ്പെട്ടു. അദ്ദേഹം ആശ്രമം പുതുക്കി പണിയുകയും ആധ്യാത്മിക ചൈതന്യം ഉളവാക്കുകയും ചെയ്തു. 1103 ആമീൻസിലെ ബിഷപ്പായി നിയമിക്കപ്പെട്ടു. അനുതാപ വസ്ത്രം ധരിച്ച് നഗ്നപാതനായിട്ടാണ് അദ്ദേഹം നഗരത്തിലേക്ക് പ്രവേശിച്ചത്. ഭദ്രാസന ഭവനത്തിൽ ഒരു സന്യാസിയെ പോലെ അദ്ദേഹം ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ശാന്തതയും ക്ഷമയും അന്യാദൃശ്യമായിരുന്നു. ക്രിസ്തുവിൻ്റെയും 12 അപ്പസ്തലന്മാരുടെയും ഓർമ്മയ്ക്ക് ദിനംപ്രതി 13 ദരിദ്രർക്ക് അദ്ദേഹം സ്വന്തം മേശയിൽ ഭക്ഷണം കൊടുത്തിരുന്നു. പലപ്പോഴും അദ്ദേഹം കുഷ്ഠരോഗ ആശുപത്രി സന്ദർശിച്ച് രോഗികളെ ആശ്വസിപ്പിച്ചിരുന്നു. റിംസിലെ മെത്രാപ്പോലീത്തയെ സന്ദർശിക്കാൻ പോയ വഴിക്ക് അദ്ദേഹം രോഗപ്പെട്ട് അന്ത്യകൂദാശകൾ സ്വീകരിച്ചു. 1115 നവംബർ 8-ാം തീയതി സ്വാസോൺസിൽ വിശുദ്ധ ക്രിസ്പിൻ്റെ ആശ്രമത്തിൽ വെച്ച് അന്തരിച്ചു.